Hello everyone, this is SB from Universal Institute Kottakkal. നമ്മൾ ഇന്ന് കഴിഞ്ഞ JEE സെഷൻ 1 പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ച കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 10-12ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ പി ബ്ലോക്ക് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ഉണ്ട്. സോ എനിവേ നമുക്ക് നേരെ ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യ ക്വസ്റ്റ്യൻ ആണ് the number of molecule or ions that show linear geometry among the following. So ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലീനിയർ ജോമെട്രി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ലീനിയർ ജോമെട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹൈബ്രിഡൈസേഷൻ ഏത് വരണം, SP ഹൈബ്രിഡൈസേഷൻ വരുമ്പോഴാണ് ജോമെട്രി ലീനിയർ ആവുക. ദെൻ അപ്പോൾ നമ്മൾ ഒരു മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ പോകേണ്ടി വരും, ബിക്കോസ് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി എന്തിലോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷനിലോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പറയാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ SO2ന്റെ കേസിൽ സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഓക്സിജൻ ഫാമിലിയാണ്. അപ്പോൾ വാലൻസിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 6 ഇലക്ട്രോണിൽ 4 ഇലക്ട്രോൺ ഓക്സിജൻ കൊണ്ടുപോകും, ബിക്കോസ് ഓക്സിജൻ ഫോം ഡബിൾ ബോണ്ട്. അപ്പോൾ 4 ഓക്സിജൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണ്. സോ 2 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും എന്താവൂല, ഹൈബ്രിഡൈസേഷൻ SP ആവൂല, ഇത് SP2 ആണ്. അപ്പോൾ ഈ മോളിക്യൂൾ ലീനിയർ അല്ല. Then BeCl2 നമ്മൾ ഡയറക്ട്ലി പഠിക്കുന്നതാണ്. BeCl2ന്റെ ഹൈബ്രിഡൈസേഷൻ SP ആണ്, ബിക്കോസ് ബെറീലിയം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ വാലൻസിൽ 2 ഇലക്ട്രോൺ, 2 ക്ലോറിൻ കൊണ്ടുപോയി, അപ്പോൾ 2 ബോണ്ട് പെയർ, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ SP. ഇനി കാർബൺ എന്ന് പറഞ്ഞാൽ വാലൻസിൽ 4 ഇലക്ട്രോൺ, ഓക്സിജൻ 2 ഇലക്ട്രോൺ കൊണ്ടുപോകും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 2 ഇലക്ട്രോൺ ഓക്സിജൻ കൊണ്ടുപോകുകയാണെങ്കിൽ 2 ബോണ്ട് പെയർ, അങ്ങനെയാണെങ്കിൽ അഗെയിൻ SP, അപ്പോൾ അവനും ലീനിയർ ആണ്. ഇനി N3-ന്റെ കേസിൽ നമ്മൾ ഡയറക്ട്ലി അങ്ങനെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും, ബിക്കോസ് എല്ലാം നൈട്രജൻ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജന്റെ വാലൻസിൽ ടോട്ടൽ 5 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 3 നൈട്രജൻ എന്ന് പറഞ്ഞാൽ 15 ഇലക്ട്രോൺ പ്ലസ് ഒരു നെഗറ്റീവ് ചാർജ്, അപ്പോൾ മൊത്തം 16 ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ്. സെൻറ്ററിൽ ഞാനൊരു നൈട്രജനെ പ്ലേസ് ചെയ്തു, ദെൻ സൈഡിൽ 2 നൈട്രജൻ. അപ്പം തന്നെ ഇതിൽ നിന്ന് 4 ഇലക്ട്രോൺ കുറക്കണം, കാരണം നമ്മൾ സ്കെലട്ടൺ ഉണ്ടാക്കാൻ വേണ്ടി 4 ഇലക്ട്രോൺ ചൂസ് ചെയ്തു. ബാക്കി 12 ഇലക്ട്രോൺ. എസ് ആണോ? ഈ 12 ഇലക്ട്രോൺ ഞാൻ സൈഡിലോട്ട് കൊടുക്കണം. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, എന്നിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവന്റ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആ, ഇവന്റും കംപ്ലീറ്റ് ആ. പക്ഷേ ഇവൻ്റെത് 4 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നവരെ സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ട് ബോണ്ട് വരച്ചു കൊടുക്കാം. ബോണ്ട് വരച്ചു. ഓക്കെ, ദെൻ അപ്പോൾ ഇപ്പോഴും എൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബിക്കോസ് 6 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ബോണ്ട് ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, എങ്ങനെ വരച്ചാലും മതി. അത് ആക്ച്വലി എന്താണ്, അതിൻ്റെ റെസണൻസ് ഹൈബ്രിഡിൽ റെസണൻസ് സ്ട്രക്ചേഴ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ വരക്കുന്നുണ്ടാവുക. സോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരക്കണമെങ്കിൽ ഇങ്ങനെ വരക്കാമെന്ന് ഞാൻ പറഞ്ഞത്, ഓർ നിങ്ങൾക്ക് ഇങ്ങനെ വരക്കണമെങ്കിൽ ഇങ്ങനെയും വരക്കാം. സോ എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഇവിടെ നോക്ക് 1+, ഇതിനെ സൂപ്പർ ബോണ്ട് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ദെൻ 1 2 അഗെയിൻ SP ഹൈബ്രിഡൈസേഷൻ ആണ്, ദ ജോമെട്രി ഈസ് ലീനിയർ. അപ്പോൾ ഇവനും ലീനിയർ ആണ്. ഇനി അടുത്തത് NO2 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആരാണ്, നൈട്രജൻ ആണ്. സെൻട്രൽ നൈട്രജൻ വന്നു കഴിഞ്ഞാൽ നൈട്രജന്റെ വാലൻസിൽ 5 ഇലക്ട്രോൺ, ദെൻ 4 ഓക്സിജൻ കൊണ്ടുപോയി, അപ്പോൾ 2 ബോണ്ട് പെയർ പ്ലസ് ഒരു സിംഗിൾ ഇലക്ട്രോൺ. അപ്പോൾ NO2 ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ദെൻ ഈ സിംഗിൾ ഇലക്ട്രോണിന്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ ചെറിയ എന്തുണ്ടാവും, ഒരു ബെൻഡിങ് ഉണ്ടാവും. അതായത് ഇത് ആക്ച്വലി ലീനിയർ അല്ല, ബെൻ ഷേപ്പ് ആണ്. അപ്പോൾ NO2 നമ്മളുടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യില്ല, വരൂല. ആൻഡ് അടുത്തത് OF2 ഓർ F2O. സെൻട്രൽ ഓക്സിജൻ ആണ് വരിക, ദെൻ സൈഡിൽ 2 ഫ്ലൂറിൻ. ഇനി ഓക്സിജന്റെ വാലൻസിൽ ടോട്ടൽ ഉള്ളത് 6 ഇലക്ട്രോൺ ആണ്. 2 ഫ്ലൂറിൻ കൊണ്ടുപോയാലും ബാക്കി 4 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 4 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ലോൺ പെയർ ആണ്. സോ ഈ 2 ലോൺ പെയർ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ലീനിയർ ആവില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ വാട്ടറിന്റെ അതേ സ്ട്രക്ചറാണ് വരിക. അപ്പോൾ ഇത് ലീനിയർ അല്ല. ദെൻ അടുത്തത് XeF2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫ്ലൂറിൻ വരുന്നതുകൊണ്ട് 2 ബോണ്ട് പെയർ പ്ലസ് സെനോൺ ആണ്. സെനോൺ ഈസ് എ നോബിൾ ഗ്യാസ്. വാലൻസിൽ ടോട്ടൽ 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഈ 8 എണ്ണത്തിൽ 2 ഫ്ലൂറിൻ കൊണ്ടുപോയി, അപ്പോൾ 2 ഫ്ലൂറിൻ കൊണ്ടുപോയാൽ ബാക്കി 6 ഇലക്ട്രോൺ. അപ്പോൾ 2 ബോണ്ട് പെയർ പ്ലസ് 3 ലോൺ പെയർ. ദെൻ 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും ആണെങ്കിൽ ദ സ്ട്രക്ചർ ഈസ് ലീനിയർ. സ്ട്രക്ചർ ഈസ് ലൈക്ക് ദിസ്. ഇവിടെ നോക്ക്, സെനോൺ ടോട്ടൽ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യണത് 5 ബോണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. വെയിറ്റ്, like this. Okay, then അതായത് നമ്മളുടെ 5 പെയർ ഓഫ് ഇലക്ട്രോൺ, പക്ഷെ ഇതിൽ 3 ലോൺ പെയർ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ലോൺ പെയർ ആക്കി. അപ്പോൾ ഇത് ഫ്ലൂറിൻ. സോ ദ ജോമെട്രി ഈസ് അഗെയിൻ ലീനിയർ. അപ്പോൾ ഇത് നമ്മൾ ആൻസർ ആണ്. അടുത്തത് NO2+. എന്ന് പറഞ്ഞാൽ സെൻട്രൽ നൈട്രജൻ, വാലൻസിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് പ്ലസ് ചാർജ് ആകുമ്പോൾ 1 ഇലക്ട്രോൺ എന്ത് ചെയ്തു, 1 ഇലക്ട്രോൺ കുറഞ്ഞു. ദെൻ ബാക്കി 4 ഇലക്ട്രോണിൽ
രണ്ട് ഓക്സിജൻ ഉണ്ട്, രണ്ട് ഓക്സിജൻ രണ്ട് ഈച്ച് ഇലക്ട്രോൺ വെച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഹൈബ്രിഡൈസേഷൻ അഗെയിൻ രണ്ട് ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ അഗെയിൻ ലീനിയർ ആണ്. അപ്പോൾ അവന് ലീനിയർ ആണ്. അടുത്ത I3 മൈനസ് അഗെയിൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നേരത്തെ വരച്ച പോലെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരക്കാം, അല്ലെങ്കിൽ I3 മൈനസ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു എന്താണ് XeF2 ആണ്. ബിക്കോസ് I3 മൈനസിലെ ടോട്ടൽ ഇലക്ട്രോൺസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 അയഡിൻ ഉണ്ട്, അല്ലെങ്കിൽ സെൻറ്ററിൽ ഒരു അയഡിൻ ഉണ്ട് എന്ന് വിചാരിച്ചോ. അയഡിന്റെ വാലൻസിൽ 7 ഇലക്ട്രോൺ പ്ലസ് ഒരു നെഗറ്റീവ് ചാർജിൽ നിന്ന് വരുന്ന എക്സ്ട്രാ ഇലക്ട്രോൺ, അപ്പോൾ 8 ഇലക്ട്രോൺ. 8 ഇലക്ട്രോണിൽ ബാക്കി 2 അയഡിന് 2 ബോണ്ട് പെയർ, ബാക്കി എത്ര 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ലോൺ പെയർ. അപ്പോൾ ഇവന്റെ സ്ട്രക്ചറും എക്സാക്ട്ലി 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും ആണ്. സോ അഗെയിൻ ദ സ്ട്രക്ചർ ഈസ് ലീനിയർ. അടുത്ത O3ന്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അത് ബെൻഡ് ആണ്, അല്ലാണ്ട് എന്തല്ല ലീനിയർ അല്ല. O3ന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരിക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും വരും. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് ബെൻഡ് ഷേപ്പ് ആണ്. അപ്പോൾ O3 ഒരിക്കലും നമ്മൾ ആൻസറിൽ വരില്ല. സോ അപ്പോൾ ടോട്ടൽ നമ്പർ 1 2 3 4 5 6 7. ഓക്കെ, ദെൻ ഇത്രയും ആൾക്കാർ ഏത് ഷേപ്പ് കാണിക്കുന്നുണ്ടാ? ഏതൊക്കെയാണ്? സോറി 1 ഇല്ല, SO2 ഇല്ല കേട്ടോ, സോറി SO2 നമ്മൾ വെട്ടാൻ മറന്നു പോയതാണ്. ഓക്കെ, ദെൻ ടോട്ടൽ 1 2 3 4 5 6. ഓക്കെ, 6 ഈസ് ദ റൈറ്റ് ആൻസർ. 6 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ജാനുവരി 22 ഷിഫ്റ്റ് 2 വെച്ച ക്വസ്റ്റൻ ആണ്. ഡൈപോൾ മൊമെന്റിന്റെ ഓർഡറിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഡൈപോൾ മൊമെന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ സ്ട്രക്ചർ ആണ്. സോ ഡൈപോൾ മൊമെന്റ് 0 ആകുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് വല്ലാണ്ട് കൂടി പോകുന്ന ആരെങ്കിലും ഉണ്ടോ, കുറഞ്ഞു പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഈക്വൽ ടു Q ഇൻറ്റു D ആണ് അല്ലേ. ചാർജ് ഇൻറ്റു ചാർജ് സെപ്പറേഷൻ ഇൻറ്റു എന്താണ് ചാർജ് സെപ്പറേഷൻ, അതായത് ഡിസ്റ്റൻസ് ഇൻറ്റു എന്താണ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഡിസ്റ്റൻസോ ചാർജോ ഒന്നും അറിയില്ല. ജസ്റ്റ് നമുക്ക് ഒരു എന്താ പറയുക, അവരിൽ ആർക്കൊക്കെ കൂടാൻ അല്ലെങ്കിൽ ആർക്കൊക്കെ കുറയാൻ അല്ലെങ്കിൽ ആർക്കൊക്കെ 0 ആവാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഇവിടെ HBr എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതായിരിക്കും സ്ട്രക്ചർ. എസ് ആണോ? ദെൻ H2S സൾഫർ ആണ് സെൻറ്ററിൽ വരുന്നത്. സൾഫർ സെൻറ്ററിൽ വരാന്ന് പറഞ്ഞാൽ സൾഫറിന്റെ വാലൻസിൽ ടോട്ടൽ 6 ഇലക്ട്രോൺ ഉണ്ട്. 2 ഹൈഡ്രജൻ കൊണ്ടേ ഇത് സ്ട്രക്ചർ ഈസ് ലൈക്ക് നമ്മുടെ H2O. അപ്പോൾ സൾഫർ, ദെൻ ഇത് ഹൈഡ്രജൻ, ദെൻ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, വെയിറ്റ്, 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ഹൈഡ്രജൻ, ദെൻ ഹൈഡ്രജൻ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, then lone pair of electron. ഓക്കെ, ഇനി അടുത്തത് NF3 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നൈട്രജൻ, then 3 ഫ്ലോറിൻ, 1 2 3 ആൻഡ് ഒരു ലോൺ പെയർ, പിരമിഡൽ ഷേപ്പ് അല്ലേ. then CHCl3 കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഞാൻ എല്ലാവരും ഡൈപോൾ മൊമെന്റ് നോക്കുകയാണ്. ഹൈഡ്രജൻ ബ്രോമിൻ, സോ ഹൈഡ്രജൻ ബ്രോമിൻ വരുമ്പോൾ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ദെൻ ബ്രോമിൻ അത്ര കണ്ട് എന്തോന്നും അല്ല, ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഒന്നല്ല. സോ ചെറിയ ഡൈപോൾ മൊമെന്റ്, ചെറിയൊരു പൊളാരിറ്റി ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ആൻഡ് H2S നോക്കുമ്പോൾ ഇത് ലോൺ പെയർ ആണ് മേലോട്ട്, ദെൻ ഇവൻ്റെതും മേലോട്ട്. സൾഫർ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. സോ ടോട്ടൽ ഡൈപോൾ മൊമെന്റ്, നെറ്റ് ഡൈപോൾ മൊമെന്റ് എല്ലാം അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ ഒറ്റ ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ് എല്ലാം കൂടി പോകുന്നത്. ആൻഡ് മാത്രമല്ല ഇവിടെ 2 ലോൺ പെയറിന്റെ എഫക്റ്റ് ഉണ്ട്. സോ 2 ലോൺ പെയറിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ ഒരേ ഡയറക്ഷനിലല്ല, 2 ആൾക്കാർ എങ്ങനെയാണ്? സോ ഇതിന്റെ പാരലൽ അല്ലെങ്കിൽ ഇതിന് എന്താണ്, ഇതിന്റെ ഒരു റിസൾട്ടന്റ് വെക്ടർ ആണ് അവിടേക്ക് പോവാം. അപ്പോൾ മേലോട്ട് എന്തായാലും എല്ലാം ഒരേ ഡയറക്ഷനിലാണെന്ന് പറയാം. ആൻഡ് NF3ന്റെ കേസിൽ ഹിയർ ദ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. സോ അപ്പോൾ ഫ്ലൂറിൻ്റെ മൊത്തം താഴോട്ടായിരിക്കും. ആൻഡ് ഈ ലോൺ പെയറിൻ്റെത് മൊത്തം മേലോട്ടായിരിക്കും. നമ്മൾ ബോർഡ് എക്സാം ഓൺവേർഡ്സ് നമ്മൾ NF3 ആൻഡ് NH2 ഒരു കമ്പാരിസൺ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ NF3ൻ്റെ ഡൈപോൾ മൊമെന്റ് നമ്മുടെ എക്സ്പെക്ടേഷനുകൾ ഭയങ്കര കുറവാണ്. ബിക്കോസ് ഈ പറയുന്ന ലോൺ പെയറിൻ്റെ ഡൈപോൾ വെക്ടർ നമ്മുടെ ഫ്ലൂറിൻ്റെ ഡൈപോൾ വെക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്, പാർഷ്യലി ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് മ്യൂ നമ്മുടെ എക്സ്പെക്ടേഷനുകൾ ഭയങ്കര കുറവാണ്, ഇല്ലാന്നല്ല, കുറവാണ്. Then ഇവിടെ ആണെങ്കിലോ here the hydrogen is more carbon is more electronegative than hydrogen. Then ഇവിടെ chlorine is more electronegative. ഇവിടെ എല്ലാം ഒരേ ഡയറക്ഷനിലാണ്, എല്ലാം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഇത് ഞാൻ വരച്ച സ്ട്രക്ചർ പ്രകാരം എല്ലാം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ടെട്രാഹൈഡ്രലിൽ ഈ 3 ആൾക്കാരും കൂടി റിസൾട്ടന്റ് വെക്ടർ നേരെ താഴോട്ട്, ഞാൻ ആ മേലെ നിന്ന് വരുന്ന ആളുടെ റിസൾട്ടന്റ് വെക്ടറും നേരെ താഴോട്ട്. അപ്പോൾ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റും ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇവരുടെ ഡൈപോൾ മൊമെന്റുകൾ ഹൈയും ഇവരുടെ ഡൈപോൾ മൊമെന്റ് കുറവുമാണ് അല്ലേ. അപ്പോൾ ഇവന്റെ ഡൈപോൾ മൊമെന്റ് നമ്മളുടെ NF3 എന്ന് പറയുന്ന ആള് ഇവിടെ
ഏറ്റവും കുറവ് ഡൈപോൾ മൊമെന്റ് കാണിക്കുന്ന ഒരാളായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒബ്സർവേഷൻ. അപ്പൊ ഇവിടെ നോക്ക്, നമ്മൾ ഇനി ഓരോ ഓപ്ഷൻസിൽ കൂടെ ഇങ്ങനെ പോകാൻ പോവാം. H2S ഏറ്റവും കുറവ് എന്ന് അതൊരിക്കലും നടക്കൂല. കാരണം H2Sന്റെ ഡൈപോൾ മൊമെന്റ് എന്തായാലും ഇവനേക്കാളും കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ ഡൈപോൾ മൊമെന്റ് നേരെ മേലെ. അപ്പൊ ഈ ഒന്നാമത്തെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു, അതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരൂല. ദെൻ ഇവിടെ രണ്ടാമത്തത് NF3 ഏറ്റവും കുറവ്, പിന്നെ HBr പ്രോബിലിറ്റി ഉണ്ട്. H2S അതിനേക്കാളും കുറവാണ്, CHCl3 ഭയങ്കര കൂടുതലാണ്, സോറി അതിനേക്കാളും കൂടുതലാണ്, CHCl3 അതിനും കൂടുതലാണ്. അപ്പോൾ ഇതിനൊരു പ്രോബിലിറ്റി ഉണ്ട് അത് ആൻസർ ആയി വരാൻ. ഓക്കെ, ദെൻ ബാക്കി നമ്മൾ നോക്കാം. HBr കുറവാണ്, ആയിക്കോട്ടെ. ദെൻ സ്റ്റിൽ ഇവിടെ നോക്കുക, NF3ന്റെ ഡൈപോൾ മൊമെന്റ് H2S കൂടുതൽ, എന്തായാലും ഇത് മണ്ടത്തരായിരിക്കും. ദെൻ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CHCl3 ഏറ്റവും ലാസ്റ്റ്, അത് ഒരിക്കലും പോസിബിൾ ആവുന്ന കാര്യമല്ല. സോ ബാക്കി എല്ലാം സ്ട്രൈക്ക് ചെയ്ത സ്ഥിതിക്ക് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്, ഭയങ്കര എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ് കണ്ടിട്ട് അല്ലേ. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം കൂടി ഒന്നുമില്ല. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒക്ടറ്റ് റൂൾ ആണ്. ഒക്ടറ്റ് റൂൾ നമ്മൾ ഇത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോർഡ് എക്സാമിന്റെ ഒക്ടറ്റ് റൂളിന്റെ അതേ എക്സാമ്പിൾസ് എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ നല്ല സിമ്പിൾ ആക്കാന്ന് വിചാരിച്ച് ഇട്ടതായിരിക്കാം. മോളിക്യൂൾസ് ഒബേയിങ് ഒക്ടറ്റ് റൂൾ, ആദ്യത്തത് മോളിക്യൂൾസ് ഒബേയിങ് ഒക്ടറ്റ് റൂൾ ആണ്. ദെൻ NO2 നമുക്കറിയാം, ദീസ് ആർ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. BCl3 LCl3 എന്താണ്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. H2SO4 PCl5 എന്താണ്, നമ്മുടെ എക്സ്പാൻഡ് ഒക്ടറ്റ് ആണ്. CCl4 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, യാ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ എൻ്റെ ആൻസർ 4 ആണ്. മോളിക്യൂൾസ് വിത്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ളത് 2 തന്നെ. സോ ബീൻ്റെ ആൻസർ 2. അപ്പോൾ അത് നമുക്ക് ആൻസർ ആയി ഉണ്ടാവും അല്ലേ. എൻ്റെ ആൻസർ 4, ബീൻ്റെ ആൻസർ 2. അപ്പോൾ ഇതെല്ലാം സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി രണ്ടും കൂടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. സീൻ്റെ ആൻസർ 1, മോളിക്യൂൾ വിത്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് വിത്ത് ഓഡ് ഇലക്ട്രോൺ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓഡ് ഇലക്ട്രോണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എണ്ണി നോക്കുക. ഇവിടെ നോക്ക്, നൈട്രജൻ്റെ കേസിൽ 5 ഇലക്ട്രോൺ, ഓക്സിജൻ്റെ കേസിൽ ടോട്ടൽ എത്രയാണ്, സോറി വാലൻസിൽ 6 ഇലക്ട്രോൺ, 5 + 6 11 ഇലക്ട്രോൺ. കണ്ടോ, ഓഡ് ഇലക്ട്രോൺ ആണ്. എഗെയിൻ നൈട്രജൻ 5, ദെൻ 2 ഓക്സിജൻ, അപ്പോൾ 12 17 ഇലക്ട്രോൺ ഓഡ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇനി അടുത്തത് മോളിക്യൂൾ വിത്ത് എക്സ്പാൻഡ് ഒക്ടറ്റ് H2SO4 ആൻഡ് PCl5. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. January 24 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, അമോണിയ ആൻഡ് മീത്തൈൻ? സോ എ സെൻട്രൽ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെന്റും വായിക്കും, ഏതാ ട്രൂ അല്ലെങ്കിൽ ഏതാ ഫോൾസ് നമ്മൾ കണ്ടെത്തുക. ദ സെൻട്രൽ ആറ്റംസ് ഓഫ് ഓൾ ദ മോളിക്യൂൾ ആർ sp3 ഹൈബ്രിഡൈസ്ഡ്. അതായത് ഇവിടെയുള്ള എല്ലാവരും sp3 ഹൈബ്രിഡൈസർ ആണെന്നാണ് പറയുന്നത്. എസ് ഓനോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഭയങ്കര സിമ്പിൾ ആണ് അതല്ലേ. ആണ്, ബിക്കോസ് ഇവിടെ 2 ബോണ്ട് പെയർ ഓക്സിജൻ ആണ്, ടോട്ടൽ 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. 2 ബോണ്ട് പെയറിന് പോയാൽ ബാക്കി 4 ഇലക്ട്രോൺ, അപ്പോൾ 2 ലോൺ പെയർ. ഇവിടെ 3 ബോണ്ട് പെയർ നൈട്രജൻ ആണ് വാലൻസിൽ, അപ്പോൾ ബാക്കി 2 ഇലക്ട്രോൺ, സോ 1 ലോൺ പെയർ. ഇവിടെ 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 ആൻഡ് sp3. ഓക്കെ, ദെൻ അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നത്. സെൻട്രൽ ആറ്റം ഓഫ് ഓൾ മോളിക്യൂൾ ആർ sp3 ഹൈബ്രിഡൈസ്ഡ്. പിന്നെ ബി സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ബി, ദ ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ carbon hydrogen angles in the above molecule are 104.5, 107.5 and 109.5 respectively. എടാ നമുക്കറിയാം ഇവിടെ ലോൺ പെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു പ്യുവർ ടെട്രാഹൈഡ്രൽ ആണ്. ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഈക്വൽ ടു 109.5 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയാം അല്ലേ. ദെൻ ഇവിടെ ഒരു ലോൺ പെയർ വരുന്നുണ്ട്. അപ്പോൾ ലോൺ പെയറിന്റെ എഫക്റ്റ് കൊണ്ട് ബോണ്ടുകൾ അടുത്ത് വരും. ബോണ്ടുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബോണ്ട് ആംഗിൾ കുറച്ചൊന്ന് കുറയും. ആൻഡ് ഇറ്റ് ബിക്കംസ് 107.5 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി. ആൻഡ് ഇവിടെ ഒരു ലോൺ പെയറും കൂടി എക്സസ് ആയിട്ട് വരുന്നുണ്ട്. സോ 2 ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ദ ബോണ്ട് ആംഗിൾ വീണ്ടും എന്ത് ചെയ്യും, കുറയും. സോ അങ്ങനെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബി ഈസ് റൈറ്റ്. ഓക്കെ, ദെൻ ഓപ്ഷൻ സിയിലോട്ട് അടക്കാണ്. ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ് ഓഫ് CH4 NH3 H2O. The increasing order of dipole moment. ഡൈപോൾ മൊമെന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. CH4ന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്? നമ്മൾ സ്ട്രക്ചർ നോക്കണം. ഏതാ സ്ട്രക്ചർ നോക്കിക്കോ. ദെൻ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ CH4 എങ്ങനെ സ്ട്രക്ചർ വരിക? കാർബൺ, ഹൈഡ്രജൻ എല്ലാ ഡൈപോൾ മൊമെന്റ് വെക്ടറും കൂടി മ്യൂച്വലി ക്യാൻസൽ ചെയ്യും. സോ ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു 0. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് NH3.
nitrogen, lone pair, hydrogen, hydrogen, hydrogen. H2O, H2O കേസിൽ oxygen, hydrogen, hydrogen, and there is a lone pair, രണ്ട് lone pair ഉണ്ട്. സോ അപ്പോൾ ഇവൻ്റെ ഡൈപോൾ മൊമെന്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ആൻഡ് ഇവിടെ ഓക്സിജൻ ഈസ് ഓൾസോ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പോവാം, എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്, പക്ഷേ ഇവിടെ രണ്ട് ലോൺ പെയർ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലാണ്. ഇനി നൈട്രജൻ ഹൈഡ്രജനേക്കാളും ഓക്സിജൻ ഹൈഡ്രജന് സ്വാഭാവികമായിട്ട് ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഓഫ് H2 ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് NH3 ആൻഡ് CH4 0 ആണ്. അപ്പോൾ ഈ ഓർഡർ കറക്റ്റ് ആണോ? CH4 NH3 H2O, യെസ്, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി നമുക്ക് 2 സ്റ്റേറ്റ്മെന്റും കൂടെ അവശേഷിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി, ബോത്ത് H2 ആൻഡ് NH3 ആർ ലൂയിസ് ആസിഡ്സ് ആൻഡ് CH4 ഈസ് എ ലൂയിസ് ബേസ്. അപ്പോൾ ഇത് ഡയറക്ട്ലി ആ ക്വസ്റ്റിനെ കൊണ്ടുപോയിട്ട് എവിടെയും കൂടെ കണക്ട് ചെയ്തു, നമ്മളെ ഇക്വിലിബ്രിയത്തിൽ ആസിഡ് ബേസ് കോൺസെപ്റ്റും കൂടെ കണക്ട് ചെയ്തു. അപ്പോൾ ബോത്ത് H2 ആൻഡ് NH3 ആർ ലൂയിസ് ആസിഡ്സ് ആണ്. ആരാ ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ പെയറും ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് ആൻ ഇലക്ട്രോൺ പെയറും ആണ്. അപ്പോൾ ഇവിടെ NH3ന്റെ കയ്യിലും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, H2ന്റെ കയ്യിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടാവുക. ഇലക്ട്രോൺ പെയറിനെ കൊടുക്കണോ നമ്മൾ എന്താ വിളിക്കുക? ബേസ് എന്ന് വിളിക്കുക, അല്ലാണ്ട് ലൂയിസ് ആസിഡ് അല്ല. അപ്പോൾ ഇവിടെ എന്താ ഇവന്മാർ പറഞ്ഞിട്ടുള്ളത്? ബോത്ത് H2 ആൻഡ് NH3 ആർ ലൂയിസ് ആസിഡ് ആൻഡ് CH4 ഈസ് എ ലൂയിസ് ബേസ്. ഓക്കെ, ദെൻ ഇവർ ലൂയിസ് ബേസ് ആണ് ശരിക്ക്, അപ്പൊ അത് തെറ്റി. CH4 ഈസ് എ ലൂയിസ് ബേസ്. ആരെ ലൂയിസ് ബേസ്? ഇലക്ട്രോൺ പെയറിനെ കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ CH4ന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രോൺ പെയർ ഒന്നുമില്ല, അപ്പൊ അതും നടക്കൂല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പാടെ തെറ്റാണ്. ഓപ്ഷൻ ഡി ഈസ് റോങ്. ദെൻ ഓപ്ഷൻ ഇയിലോട്ട് അടക്കാം. എ സൊല്യൂഷൻ ഓഫ് NH3 in H2 ഈസ് ബേസിക്. ദെൻ ഞാൻ NH3 H2 ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? NH3 H2 ഇട്ട് കഴിഞ്ഞാൽ ഇതൻ H പ്ലസിനെ വാങ്ങും, ഇറ്റ് ബിക്കംസ് NH4 പ്ലസ് പ്ലസ് OH മൈനസ്. ഇവിടെ OH മൈനസ് കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ എന്താണ്? ബേസിക് ആണ്. അപ്പോൾ ഇവിടെ വരെ കറക്റ്റ് ആണ്, ഇവിടെ വരെ കറക്റ്റാണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ഇൻ ദിസ് സൊല്യൂഷൻ NH3 ആൻഡ് H2 ആക്ട് ആസ് എ ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് ആൻഡ് ബേസ് റെസ്പെക്റ്റീവ്ലി എന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ്? അപ്പോൾ ആ ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് ബേസ് കോൺസെപ്റ്റും കൂടെ നമ്മൾ പഠിക്കണം. അക്കോർഡിംഗ് ടു ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H പ്ലസ് ഡോണറും പ്രോട്ടോൺ ഡോണറും, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്ററും ആണ്. ദെൻ ഇവിടെ ആരാ പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്ത്? H2O. അപ്പോൾ പ്രോട്ടോൺ ഡോണർ ആസിഡ്. ഞാൻ ആരാ പ്രോട്ടോണെ വാങ്ങിച്ചത്? NH3. അപ്പോൾ ഇവൻ എന്താണ്? ബേസ്. അപ്പോൾ NH3 ബേസും H2 ആസിഡും ആണ്. സോ ഇവന്മാരെന്താ പറഞ്ഞത്? NH3 ആസിഡ് എന്നും H2O ബേസ് എന്ന് പറഞ്ഞത് അത് തെറ്റി. നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. അങ്ങനെയാണെങ്കിൽ ABC ഓൺലി. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. നെക്സ്റ്റ്, which of the following linear combination of atomic orbital will lead to the formation of molecular orbitals? മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കം എ മോളിക്യൂൾ. അത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എസ് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ ഉണ്ടാവും. ഇപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ ഹൈഡ്രജന്റെ എസ് ഓർബിറ്റൽ, ദെൻ അടുത്ത ഹൈഡ്രജന്റെ എസ് ഓർബിറ്റൽ, ഇതാണ് ഓവർലാപ്പിംഗ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ഓവർലാപ്പിംഗ് ആണ്. ഇനി ഇത് കൂടാതെ സീറോ ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാലൊന്നും നമുക്കറിയാം അത് എന്താവൂല, മോളിക്യൂൾ ആവൂല. അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ചെക്ക് ചെയ്യാൻ പോണത്. നോക്കോ, atomic orbital will lead to the formation of molecular orbital in homonuclear diatomic molecule. Homonuclear diatomic molecule എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ഇപ്പോൾ H2, N2, O2 ഒക്കെ പോലെയുള്ള കേസുകൾ അല്ലേ. അപ്പോൾ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് Z ആക്സിസ് ആണെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ Z ആക്സിസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ദെൻ ഓരോ ഓപ്ഷൻസ് ഉണ്ട്, ABCD ഒക്കെ ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യം Z ആക്സിസിൽ 2pZ വരുന്നുണ്ട്. ആൻഡ് വി നോ ദാറ്റ് Z ആക്സിസിൽ ഇതാണ് 2pZ എന്ന് വിചാരിച്ചോ, 2pZ. ഓക്കെ, ദെൻ ഇവൻ ആരറ്റാണ്? 2px നെറ്റ്. ആരായിരിക്കും 2px? 2px ഈസ് ലൈക്ക് ദിസ്, ബിക്കോസ് ഇതാണ് നമ്മളുടെ Z ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഇത് 2px. ദെൻ ഇവർ രണ്ടാളെങ്കിലും ഓവർലാപ്പിംഗ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് സീറോ ഓവർലാപ്പിംഗ് ആയിരിക്കും, കാരണം ഇവന്റെ നോഡിലോട്ടാണ് ഇവൻ വരുന്നത്. അപ്പോൾ അത് ഒരു പെർഫെക്റ്റ് ഓവർലാപ്പിംഗ് അല്ല. അപ്പോൾ ഇത് സീറോ ഓവർലാപ്പിംഗ് ആണ്. ഇതൊരിക്കലും ഒരു ബോണ്ടിങ്ങിന് ഫേവറബിൾ കണ്ടീഷൻ അല്ല. ദെൻ അടുത്തത് 2s ഉം 2px ഉം.
ആരാണ് 2px? 2px ഇത് ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് ഇവിടേക്ക് ഒരു 2s ഓർബിറ്റിൽ വരാമെന്ന് വിചാരിച്ചോ. ആൻഡ് ഇതാണ് 2s ഓർബിറ്റൽ. അപ്പോൾ ഇവൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ എന്താ സംഭവിക്കാം? എഗെയിൻ ഇതാ ഒന്നും സംഭവിക്കാനില്ല. നോക്ക്, സീറോ ഓവർലാപ്പിംഗ്. ഇതൊരു പെർഫെക്റ്റ് ഓവർലാപ്പിംഗ് അല്ല. ഇത് ഇവിടേക്ക് എന്ത് ചെയ്യില്ല, ബോണ്ടിങ്ങിന് നല്ല ഒരു സിറ്റുവേഷൻ അല്ല. അപ്പൊ ഇതും നോക്കിയിട്ട് കാര്യമില്ല, അതും പോയി. ദെൻ ഓപ്ഷൻ സിയിലോട്ട് പോവാം. 3dxy ആൻഡ് 3dx² - y². ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഇസഡ് ആക്സിസ് എന്ന് വിചാരിച്ചോ. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഞാനിതാ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആയിട്ട് എടുക്കണം. അപ്പോൾ ഇസഡ് ആക്സിസ് എങ്ങനെയായിരിക്കും? നിങ്ങൾ കാണുന്ന ഇപ്പോൾ നമ്മളുടെ സർഫസിൽ ഇപ്പോൾ ഇവിടെ നോക്ക്, ഇതാണ് നമ്മളുടെ ഈ ആക്സിസ് എങ്കിൽ ഇപ്പോൾ അതാ ഇതല്ല, ഇത് എക്സ് ആക്സിസാണ്. ഇപ്പൊ ഇവൻ മൂവ് ചെയ്യണത് എക്സ് ആക്സിസിലൂടെ, ഇപ്പൊ മൂവ് ചെയ്യണത് വൈ ആക്സിസിലൂടെ. അപ്പൊ ഇസഡ് ആക്സിസ് എങ്ങനെ കാണിക്കാൻ പറ്റൂല, കാരണം ഇസഡ് ആക്സിസ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിന്റെ മേലോട്ടും താഴോട്ടും ആണ് എന്ത് ഇസഡ് ആക്സിസ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ dx² - y² dxy വരക്കാൻ പോവാണ്. സോ വെയിറ്റ്, നോക്കോ, ഇതാണ് dxy, എക്സിന്റെ വൈൻ്റെ ഇടയിൽ കൂടി. ഓക്കെ, ഇനി dx² - y² എങ്ങനെ? ഇങ്ങനെ ഈ ആക്സിസിലായിരിക്കും അത് എടുക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഓവർലാപ്പിംഗ് ആണ് നമുക്ക് ഇനി കാണിക്കേണ്ടത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഇസഡ് ആക്സിലൂടെ ഇത് ഇവിടെ കയറി, ഇവിടെ നോക്ക്, ഇത് ഓഫ് കോഴ്സ് ഇതൊരു പെർഫെക്റ്റ് സീറോ ഓവർലാപ്പിംഗ് അല്ലേ, കാരണം ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് സീറോ ഓവർലാപ്പിംഗ് നമ്മൾ പറയില്ല, സീറോ ഓവർലാപ്പ്. അപ്പോൾ എന്താ സംഭവിക്കുക? അതായത് ഈ dxyന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടേക്കാണോ ഉള്ളത് അതല്ലാത്ത സ്ഥലത്തായിരിക്കും മറ്റോന് dx² - y² ഉണ്ടാവുക. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ബോണ്ടിങ്ങിൽ എന്ത് ചെയ്യില്ല, കലാശിക്കൂല. അപ്പോൾ അതും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. ഇറ്റ്സ് ഓൾസോ റോങ്. ഓക്കെ, ദെൻ അടുത്തത് 2s അതേപോലെ തന്നെ 2pz. അപ്പൊ 2pz ഇതാ ഇവിടെ ഉണ്ട്, രണ്ടാൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനിതാ ഇതാണ് നമ്മളെ 2s ഓർബിറ്റൽ എന്ന് വിചാരിച്ചോ. ഓക്കെ വെയിറ്റ്, ഇതാണ് നമ്മളെ 2s ഓർബിറ്റൽ. അപ്പോൾ അതാ 2s ഓർബിറ്റൽ ഇവിടെ ഈ ചങ്ങായി ഇല്ലാന്ന് വിചാരിച്ചോട്ടോ. പിന്നെ ഇവിടെ നിന്ന് മാറ്റാം നമുക്ക്. ഓക്കെ, അതെ, പിന്നെ ഇവിടെ നിന്ന് മാറ്റാം. ദെൻ ജസ്റ്റ് ലിസൺ, ഈ 2s ഓർബിറ്റിൽ നേരെ വരികയാണ്. ഇതാണ് 2pz. ഇതൊരു പെർഫെക്റ്റ് ഓവർലാപ്പിംഗ് അല്ലേ? ഇതൊരു മോളിക്കുലാർ ബോണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്കുലർ ഓർബിറ്റലിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെയാണ്, ഡി ഈസ് ഓക്കെ. ദെൻ ഡി ഓക്കെ ആണെങ്കിൽ ആൻസർ അപ്പം തന്നെ കിട്ടി, ബിക്കോസ് ഡി എന്തായാലും ആൻസറിൽ വരണം. ഡി ഓൺലി ഉണ്ട്, സി എന്തായാലും ആൻസറിൽ വരൂല. സോ ഓപ്ഷൻ 2 ആയിരിക്കും. അപ്പോൾ ഈ നടക്കൂല എന്ന് തന്നെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈയും കൂടെ നോക്കാം. 2pz ഉം യെസ് 2pz. ആരാടാ 2pz? ഇവനാണ് 2pz. എസ് ആണോ? പിന്നെ ആരാണ് 3dx² - y²? dx² - y² എടുത്തവൻ. അപ്പോൾ ഇവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവനെ ഞാനിതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോകും. യെസ്, ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെങ്കിൽ ഇവന്റെ ആക്സിസ് ഇതൊന്നുമല്ല. ഇവനിപ്പോൾ ഇങ്ങനെ വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളെ 2pz എന്ന് വിചാരിച്ചു. ഓക്കെ, ജസ്റ്റ് ലിസൺ ഹിയർ, ഇതാണ് നമ്മളെ 2pz. അപ്പോൾ 2pz ഓർബിറ്റൽ ഇവിടെ ഉണ്ട്. ആൻഡ് dx² - y² ഇതാ, ഇത് എക്സ് ആക്സ്, എൻ്റെ കൈയാണ് എക്സ് ആക്സും വൈ ആക്സും എന്ന് വിചാരിച്ചോ. അപ്പോൾ സെഡ് ആക്സിൽ കൂടെ അത് എങ്ങനെ വരിക? ഇങ്ങനെ. അപ്പോൾ ഇത് 2pzന്റെ ലോബ്, ഇത് മറ്റൊരു ലോബ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇതിന്റെ ഈ പറയുന്ന ഈ ഒരു 0 പോയിന്റിൽ ഓവർലാപ്പ് ചെയ്താലും ഇത് 0 ഓവർലാപ്പ് ആയിരിക്കും. കാരണം എന്താ, നമ്മളെ x² - y² മൊത്തം ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെയും pzന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി മൊത്തം ഇതിലാണ് എടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അഗൈൻ 0 ഓവർലാപ്പിംഗ്. അപ്പൊ ഒന്നും നടക്കൂല, അതായത് അതും പോസിബിൾ അല്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ ഓൺലി പോസിബിൾ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ കുറേ ഉണ്ട്, വായിച്ചെടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ട്, ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഓക്കെ, കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ്. സോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ എടുക്കണം. ഇതിൽ നിന്ന് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, അപ്പോൾ കൂടുതലായിട്ട് ഒന്നുമില്ല. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് oxygen bond length in the O3 are found to be same, okay, and the bond length is greater than that of oxygen double bond but less than that of the single bond. Okay, എന്താ പറഞ്ഞത്? അതായത് ഓസോണിന്റെ കേസിൽ ഓക്സിജന്റെ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ. നമുക്കറിയാം റെസണൻസ് ഹൈബ്രിഡ് ലോട്ടാണ് ഇത് നയിക്കുക. ഇതിപ്പോൾ റെസണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് ഇവരുടെ ഹൈബ്രിഡ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഈസ് ലൈക്ക് ദിസ്.
അതായത് ഇവിടെ രണ്ടിടത്തും ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറാണ്. അപ്പൊ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഇത് നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് എന്നല്ല പറയാം, ഇതും പാർഷ്യൽ ഡബിൾ ബോണ്ട്, ഇതും പാർഷ്യൽ ഡബിൾ ബോണ്ട്. അതാണ് ആദ്യത്തെ പോയിന്റ്. എക്സ്പെരിമെന്റ് ഡിറ്റർമൈൻഡ് ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഇൻ ദ O3 ആർ ഫൗണ്ട് ടു ബി സെയിം. ദ ബോണ്ട് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ. അതായത് ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ പാർഷ്യൽ ഡബിൾ ബോണ്ടിനേക്കാളും ബോണ്ട് ലെങ്ത് കുറവായിരിക്കും എന്തിന്, ഒരു ഡബിൾ ബോണ്ടിന്. അപ്പോൾ ഇവിടെ ഇവന്റെ ബോണ്ട് ലെങ്ത് ഡബിൾ ബോണ്ടിനേക്കാളും കൂടുതലായിരിക്കും. കറക്റ്റാ. ആൻഡ് സിംഗിൾ ബോണ്ടിനേക്കാളും കുറവായിരിക്കും, ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് സിംഗിൾ ബോണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഒന്നും നോക്കണ്ട, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ദ സ്ട്രോങ് ലോൺ പെയർ റിപ്പൾഷൻ ബിറ്റ്വീൻ ഓക്സിജൻ ആറ്റം is solely responsible. The strong lone pair repulsion between oxygen atom is solely responsible for the fact that the bond length in ozone is smaller than that of a double bond. അപ്പോൾ ഇവന്മാർ പറഞ്ഞത് ഓസോണിലെ ബോണ്ട് ലെങ്ത് ഡബിൾ ബോണ്ടിനേക്കാളും സ്മോളർ ആണെന്നാണ്. അതന്നെ തെറ്റാണ്. സ്മോളർ അല്ല, ഗ്രേറ്റർ അല്ലേ. അതായത് ഡബിൾ ബോണ്ടിലെ ബോണ്ട് ലെങ്ത് ആണ് എന്ത് കുറവ്, ഓസോണിലെ ബോണ്ട് ലെങ്ത് ഗ്രേറ്റർ ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നും നോക്കണ്ട, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ദെൻ ബട്ട് മോർ ദാൻ ദാറ്റ് ഓഫ് എന്താണ് സിംഗിൾ ബോണ്ട്. ഓക്കെ, ദെൻ അഗൈൻ നമുക്ക് ഒന്നും കൂടി വായിച്ചു നോക്കാം. റീസൺ ഒക്കെ അവിടെ നിൽക്കട്ടെ. ദ ബോണ്ട് ലെങ്ത് ഇൻ ഓസോൺ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ഡബിൾ ബോണ്ട്, അല്ല ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡബിൾ ബോണ്ട്, ബട്ട് മോർ ദാൻ ദാറ്റ് ഓഫ് എന്താണ് സിംഗിൾ ബോണ്ട്. അഗൈൻ മോർ ദാൻ ദാറ്റ് ഓഫ് സിംഗിൾ ബോണ്ട് അല്ല, ലെസ് ദാൻ ദാറ്റ് ഓഫ് സിംഗിൾ ബോണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 is the right answer. Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കാം. Question number 8. In the given structure, the number of sp2 hybridized carbon atom present respectively are. നമുക്ക് ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും ഈ ക്വസ്റ്റ്യനെ. നിങ്ങൾ ഇത് അവിടെയും ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബട്ട് ഇവിടെ ബോണ്ടിങ്ങിലും നമുക്കിത് പറയാവുന്നതാണ്. നമ്പർ ഓഫ് sp ആൻഡ് sp2 ഒന്നുമില്ല. അവിടെ കാർബൺ ഒരു കാർബണിന്റെ ചുറ്റിലെ എല്ലാ ബോണ്ടും എന്താണ് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3, ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ sp2, രണ്ട് ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ sp3. ഇത്രേ ഉള്ളൂ അല്ലേ ആലോചിക്കാൻ. ഇനി അതല്ലെങ്കിൽ ഇവിടെ നോക്ക്, ഇത് CH3 ആയിരിക്കും. CH3 എന്ന് പറഞ്ഞാൽ ഇത് കാർബൺ ഒരു ബോണ്ട്, ദെൻ CH3ക്ക് 3 ബോണ്ട്, ഹൈഡ്രജൻ. അപ്പോൾ 1 2 3 4 ബോണ്ട് പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. യെസ് ആണോ? ദെൻ അടുത്തത് കാർബൺ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ നോക്ക്, ഒരു ബോണ്ട് 2 3 4 ബോണ്ട് അവിടെ ഉണ്ട്. സിംഗിൾ ബോണ്ട്, സിഗ്മ ബോണ്ട് 3 സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2. ദെൻ ഇവിടെ ഇനി 1 2 3 ബോണ്ട് ഉള്ളു. അപ്പോൾ നാലാമത്തെ ബോണ്ട് ഹൈഡ്രജൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 2 3 ബോണ്ട്, അപ്പോൾ 3 ബോണ്ട് ആണെങ്കിൽ അഗെയിൻ sp2. ദെൻ ഇവിടെ പൈ ബോണ്ടുകൾ ഒന്നുമില്ല, അപ്പോൾ അഗെയിൻ sp3. ഇവിടെ 1 2 പൈ ബോണ്ട് ഉണ്ട്, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp. ദെൻ ഇതും അഗെയിൻ sp. ഇവിടെ ഒരു പൈ ബോണ്ടേ ഉള്ളൂ ഈ കാർബണ് ചുറ്റും, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp2. ദെൻ ഇവിടെ sp2. ഇവിടെ ഈ കാർബണ് ചുറ്റും എത്ര പൈ ബോണ്ട് ഉണ്ട്? 1 2 പൈ ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp. അപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ എത്ര ആൾക്കാരുണ്ട്? 1 2 3 ആൾക്കാർ sp ഹൈബ്രിഡൈസേഷൻ. ദെൻ ഇനി 3 ആൾക്കാരെ, അപ്പോൾ ഇതും ആൻസർ അല്ല. ഇനി എത്ര ആൾക്കാർ sp2 ഹൈബ്രിഡൈസേഷൻ? 1 2 3 4 ആൾക്കാരാ. 1 2 3 4. ഓക്കെ ഇവിടെ ഒരു കാർബണും കൂടി ഇല്ലേ? സോറി കേട്ടോ, sp2. ഓക്കെ, ഇവിടെ ഒരു കാർബണും കൂടി ഉണ്ട്. കാരണം 4 നമ്മൾ ആൻസറിൽ ഇല്ല. നിങ്ങൾ തെറ്റിയാണ്. 4 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തെറ്റിയാണ്. 1 2 3 4 5. ഓക്കെ, 3 and 5 is the right answer. Option 2. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. The total number of non-bonded electron present in NO2 minus ion based on Lewis theory എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ്ഡ് ഓൺ ലൂയിസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരക്കണം. എന്നിട്ട് അവിടെയുള്ള ടോട്ടൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എത്ര ഇലക്ട്രോൺ ഉണ്ട് അവരെ മൊത്തം എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം NO2 മൈനസിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് വരക്കാൻ പോവാണ്. NO2 മൈനസ് എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നൈട്രജൻ വരും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നൈട്രജനിൽ 5 ഇലക്ട്രോൺ, ഒരു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 6, ദെൻ ഓക്സിജനിൽ 6 + 6 12, ടോട്ടൽ 18 ഇലക്ട്രോൺ. അതിൽ ഞാൻ സ്കെലട്ടൺ വരക്കാൻ തന്നെ എനിക്ക് 4 ഇലക്ട്രോൺ ചിലവായി.
ബാക്കി 14 ഇലക്ട്രോൺ ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10 11 12 ഇലക്ട്രോൺ ഞാൻ സൈഡിൽ കൊടുത്തു. റിമൈനിങ് എത്ര ഇലക്ട്രോൺ ഉണ്ടാ? ബാക്കി 2 ഇലക്ട്രോൺ അതിനെ ഞാൻ സെന്ററിൽ കൊടുത്തു. എന്നിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നോക്കുകയാണ്. 2 4 6 ആയിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ബോണ്ടഡ് പെയറിനെ ഒരു ലോൺ പെയറിനെ ഞാൻ ബോണ്ട് പെയർ ആക്കാൻ പോവാണ്. ഇപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും പ്രോബ്ലി, ബിക്കോസ് ഇവിടെ 8 ഇവിടെ 8 ഇവിടെ 8 ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾ നമ്പർ ഓഫ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് എണ്ണാൻ പോവാണ്. നോക്കിക്കോ, 1 2 4 6 8 10 12. സോ 12 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. യെസ്, ജാനുവരി 28 ഷിഫ്റ്റ് 1 ചോദിച്ച അടുത്ത ഒരു ക്വസ്റ്റ്യൻ. The molecule having square pyramidal geometries, geometry R എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സ്ക്വയർ പിരമിഡൽ എന്നൊരു ഐഡിയ ആണ് അല്ലേ. സ്ക്വയർ പിരമിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പിന്നെ മേലെ പിരമിഡ് അല്ലേ. സ്ക്വയർ ബൈ പിരമിഡലാണ് ബേസിക്കലി നമ്മുടെ ഒക്ടാഹൈഡ്രൽ. അപ്പോൾ സ്ക്വയർ പിരമിഡൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ആള്, എ സ്ക്വയർ 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 ആയി. ദെൻ പിരമിഡൽ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ മേലോട്ട് ഒരു ബോണ്ട് അല്ലേ, ഇതാണ് സ്ക്വയർ പിരമിഡൽ. അപ്പോൾ സ്ക്വയർ പിരമിഡൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോൺ പെയറും കൂടി ഉണ്ടാവണം. കാരണം ലോൺ പെയർ ഇല്ലെങ്കിൽ 5 ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ വരിക, ട്രയഗണൽ ബൈ പിരമിഡിലേക്കാണ് പോവുക. അപ്പോൾ ലോൺ പെയർ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ ബി 4 E ടൈപ്പ്. ഇ എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പം 4 ബോണ്ട് പെയറും 4 ബോണ്ട് പെയർ അല്ല, AB 5E ആണ്, AB 5E. ഓക്കെ, 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ഉള്ള സ്ട്രക്ചേഴ്സ് ആണ് ബേസിക്കലി എന്താവുക, നമ്മളെ സ്ക്വയർ പിരമിഡൽ ജോമെട്രി ആവുക. ആൻഡ് അപ്പോൾ അങ്ങനെ ഒരു സ്ക്വയർ പിരമിഡൽ ജോമെട്രിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെയുണ്ട്, BRFI നമുക്ക് ഓരോരുത്തരും എടുത്ത് പഠിച്ചു നോക്കാം. BRFI ബ്രോമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോജൻ ആണ്. സോ വാലൻസിൽ ടോട്ടൽ 7 ഇലക്ട്രോൺ. അപ്പോൾ വാലൻസിൽ ടോട്ടൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് 5 ഫ്ലൂറിൻ കൊണ്ടുപോയി. ദെൻ 5 ഫ്ലൂറിൻ കൊണ്ടുപോയി 5 ബോണ്ട് പെയർ പ്ലസ് ഒരു ലോൺ പെയർ. സോ ഇവിടേക്ക് സാറ്റിസ്ഫൈഡ് ആണ്, BRFI ഇവിടേക്ക് സൂട്ടബിൾ ആണ്. ദെൻ അടുത്തത് PCl5. PCl5 നോക്കുമ്പോൾ അഗൈൻ ഫോസ്ഫറസ് നൈട്രജൻ ഫാമിലി ആണ്. വാലൻസിൽ 5 ഇലക്ട്രോൺ. 5 ഫ്ലൂറിൻ കൊണ്ടുപോയി. അപ്പോൾ 5 ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, 0 ലോൺ പെയർ. സോ ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി ആണ്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ആൻസർ വരില്ല. ഇനി അടുത്തത് SbF5 PCl5 ഉള്ളതുകൊണ്ട് അതും ഞാൻ വെട്ടി. അടുത്തത് SbF5 XeOH4. അപ്പോൾ SbF5 ആരാ നോക്കണം. ഈ പറയുന്ന ആന്റിമണി അഥവാ SB അഥവാ നമ്മളുടെ ഏത് ഗ്രൂപ്പിലാണ് വരിക, നൈട്രജൻ ഫോസ്ഫറസ് അല്ലേ, നൈട്രജൻ ഫോസ്ഫറസ് ആർസനിക് ആന്റിമണി ആൻഡ് ബിസ്മത്ത്, നൈട്രജൻ ഫാമിലി. അപ്പോൾ വാലൻസിൽ 5 ഇലക്ട്രോൺ. ദെൻ 5 ഫ്ലൂറിൻ കൊണ്ടുപോയി 5 ബോണ്ട് പെയർ 0 ലോൺ പെയർ, ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. ആൻസർ വരൂല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആയിരിക്കും. ബിക്കോസ് BRF5 നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അതിന്റെ XeF4 ആരാണ്, സെനോണ്. വാലൻസിൽ 8 ഇലക്ട്രോൺ. ദെൻ 4 ഫ്ലൂറിൻ കൊണ്ടുപോയി. ദെൻ ഒരു ബോണ്ട് ഓക്സിജനും കൊണ്ടുപോയി. അപ്പോൾ 5 ബോണ്ട് പെയർ. ബാക്കി എത്ര ഉണ്ടാവും, സെനോണിൽ ടോട്ടൽ 8 ഇലക്ട്രോൺ ഉള്ളത്. ടോട്ടൽ 8 ഇലക്ട്രോണിൽ 2 ഓക്സിജൻ കൊണ്ടുപോയി, 4 ഫ്ലൂറിൻ കൊണ്ടുപോയി, 2 ഇലക്ട്രോൺ ആരും കൊണ്ടുപോയി, ഓക്സിജനും കൊണ്ടുപോയി. ബാക്കി എത്ര ഇലക്ട്രോൺ, ബാക്കി 2 ഇലക്ട്രോൺ. അപ്പോൾ ഒരു ലോൺ പെയർ. സോ അങ്ങനെയാണെങ്കിൽ 5 ബോണ്ട് പെയർ ഒരു ലോൺ പെയർ ആണെങ്കിൽ ദ ആൻസർ ഈസ് അഗെയിൻ ഓപ്ഷൻ 4 BRF5 XeOH4 ആണ് ഏത് കാണിക്കുക, പിരമിഡൽ ജോമെട്രി, സ്ക്വയർ പിരമിഡൽ ജോമെട്രി കാണിക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. നെക്സ്റ്റ്, യെസ്, ദ 10th ക്വസ്റ്റ്യൻ 28 ജാനുവരി ഷിഫ്റ്റ് 2 ചോദിച്ചാണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഓർ സ്പീഷീസ് ഫ്രം ദ ഫോളോയിങ് വിച്ച് വിൽ ബി പാരാമാഗ്നറ്റിക് ഈസ്. അപ്പോൾ പാരാമാഗ്നറ്റിസം കണ്ടുപിടിക്കാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പറയാറുണ്ട്, അതേപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പാരാമാഗ്നറ്റിസം പറയാൻ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതായത് എവിടെയെങ്കിലും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ O2ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ദെൻ O2 ആണ്. ഇപ്പോൾ 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ ആണെങ്കിൽ അടുത്തത് സിഗ്മ 2pz2. ദെൻ പൈ 2px ഈക്വൽ ടു പൈ 2py 2. ഇപ്പം എത്ര ഇലക്ട്രോൺ ഫില്ലായിടാം, ടോട്ടൽ 8 10 14 ഇലക്ട്രോൺ ഫില്ലായി. അടുത്തത് പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഓക്കെ, ഇത് ചില ആൾക്കാർ ഇത് കാണാണ്ടൊക്കെ പഠിച്ചു വെക്കാറുണ്ട്. 16 ഇലക്ട്രോൺ ആണെങ്കിൽ പാരാമാഗ്നറ്റിക്, 14 ആണെങ്കിൽ ഡയമാഗ്നറ്റിക്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ നമ്മളിവിടെ കംപ്ലീറ്റ്ലി പറയുന്നത് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, വിച്ച് മീൻസ് O2 ഈസ് പാരാമാഗ്നറ്റിക്. ഇനി O2 പ്ലസ് ആകുമ്പോഴോ, O2 പ്ലസ് ആവാന്ന് പറഞ്ഞാൽ O2 എന്നൊരു ഇലക്ട്രോൺ പോവുകയാണ്. ആയിക്കോട്ടെ പോയിക്കോട്ടെ,
അപ്പോൾ ഇവിടുന്ന് പോകും. അഗൈൻ ഇവിടെ എന്തുണ്ട്, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ O2 പ്ലസ് എന്താണ്, പാരാമാഗ്നറ്റിക് ആ. ഇനി വാട്ട് അബൌട്ട് O2 മൈനസ്, നമ്മൾ നേരത്തെ പോലെ ഇതിനെ തിരിച്ച് O2 തന്നെ ആക്കി. O2 മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി വരികയാണ്. ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരിക എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വന്നു. അപ്പോഴും ഇവിടെ എന്തുണ്ട്, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സ്റ്റിൽ ദിസ് ഇസ് പാരാമാഗ്നറ്റിക്. ഇനി NO എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണാ? NO നൈട്രജനിൽ 5 ഇലക്ട്രോൺ, ഓക്സിജനിൽ എത്ര ഇലക്ട്രോണാ? 6 ഇലക്ട്രോൺ, 11 ഇലക്ട്രോൺ. ഒന്നും നോക്കണ്ട, ദിസ് ഇസ് ഓഡ് ഇലക്ട്രോൺ. ഒരു ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാലും 10 ഇലക്ട്രോൺ നിങ്ങൾ പെയർ ചെയ്താലും ബാക്കി 11ാമത്തെ ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ട് എടുക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവനും പാരാമാഗ്നറ്റിക് ആയിരിക്കും. then അടുത്തത് NO2 എന്ന് പറഞ്ഞാൽ നൈട്രജനിൽ 5 ഇലക്ട്രോൺ, ഓക്സിജനിൽ 6 + 6 12 17 ഇലക്ട്രോൺ. then NO2 17 ഇലക്ട്രോൺ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അഗൈൻ ഓഡ് ഇലക്ട്രോൺ ആണ്, അവനും പാരാമാഗ്നറ്റിക് ആയിരിക്കും. കണ്ടോ, ഐഡിയ ഇതാണ്. ഇനി CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോണാ? കാർബണിൽ 4 ഇലക്ട്രോൺ പ്ലസ് ഓക്സിജനിൽ 6 ഇലക്ട്രോൺ, അപ്പോൾ മൊത്തം 10 ഇലക്ട്രോൺ. എസ് ആണോ? അപ്പോൾ സോറി, ഞാൻ വാലൻസ് ഇലക്ട്രോൺ എണ്ണി, നമുക്ക് ടോട്ടൽ ഇലക്ട്രോൺ എന്ന് എണ്ണി നോക്കാം. സോ ടോട്ടൽ ഇലക്ട്രോൺ എണ്ണി കഴിഞ്ഞാൽ കാർബണിൽ 6 ഇലക്ട്രോൺ, ഓക്സിജനിൽ എത്ര ഇലക്ട്രോൺ? 6 + 8 14 ഇലക്ട്രോൺ. 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ N2 അല്ലേ. ഇവിടെയൊക്കെ ഞാൻ വാലൻസ് ഇലക്ട്രോൺ എണ്ണിയിട്ടുള്ളത്, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ദെൻ മറ്റേത് എന്തായാലും പെയർഡ് ആയിരിക്കും. ഓക്കെ, ദെൻ 14 ഇലക്ട്രോൺ. അപ്പോൾ 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ നൈട്രജൻ. 14 ഇലക്ട്രോൺ ആള് ആക്ച്വലി എന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 4 6 8. ദെൻ ഇവിടെ ആദ്യം ഇവൻ ഫില്ലാവും, പിന്നെ ഇവൻ ഫില്ലാവും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ 8 10 14 ഇലക്ട്രോൺ എല്ലാവരും ഫിൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഒരിക്കലും പാരാമാഗ്നറ്റിക് ആയിരിക്കില്ല, അവൻ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി ബാക്കിയുള്ളവരൊക്കെ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ആൾക്കാരാണ്. ദെൻ അതൊക്കെ നമുക്ക് അത് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. നോക്കോ, K2NiCl4. K2NiCl4ൽ ആരാടെ സെൻട്രൽ എലമെന്റ്? ഇറ്റ് ഇസ് K2. 4 ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 +2, അപ്പോൾ -2. അപ്പോൾ ഇവിടെ നിക്കൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റില്ല? +2. ആൻഡ് നിക്കൽ 2+. നിക്കൽ 2+ എന്ന് പറഞ്ഞാൽ the electronic configuration is 3d8 അല്ലെ. ഫോറസ്റ്റ് എന്നുള്ള 2 ഇലക്ട്രോൺ പോയി, ബിക്കോസ് നിക്കൽ 2+ ആണ്. അപ്പോൾ 3d8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടാവുക. എസ് ആണോ? 1 2 3 4 5 6 7 8. ഇനി ഇവിടെ വരുന്നത് സ്ട്രോങ് ഫീൽഡ് ആണോ വീക്ക് ഫീൽഡ് ആണോ ലിഗാൻഡ്? ഇത് വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഒരിക്കലും ഉള്ളിലോട്ട് പെയർ ചെയ്യില്ല. ഉള്ളിലോട്ട് പെയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും, വിച്ച് മീൻസ് ദിസ് ഈസ് ഓൾസോ പാരാമാഗ്നറ്റിക്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ K2NiCN4 ഉണ്ട്. അപ്പോൾ അതും കൂടി തീർത്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ആൻഡ് ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ Clന് പകരം ഇവിടെ സയനൈഡാണ് വന്നത്. സയനൈഡ് ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ ഇവൻ നേരെ ഉള്ളിലോട്ട് പെയർ ചെയ്യും. ഉള്ളിലോട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പോകും. എവിടുന്ന് പോകും? ഇവിടുന്ന് ആ ഇലക്ട്രോൺ പോകും. അവിടുന്ന് ആ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇവിടെ പെയർ ആവും. ഇവിടെ പെയർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്തുണ്ടാവില്ല? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല, വിച്ച് മീൻസ് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. കണ്ടോ? ഇനി അടുത്തത് ഇതാരാ? കൊബാൾട്ട്. ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അമോണിയ ന്യൂട്രൽ -3, അപ്പോൾ കൊബാൾട്ട് 3+. കൊബാൾട്ട് 3+ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് നമ്മളുടെ ആരാണ്? കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d7 ഫോറസ്റ്റ് ആയിരുന്നു. 3 ഇലക്ട്രോൺ പോയപ്പോൾ 3d6. 3d6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ. ലിഗാൻഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് പറയാം. 1 2 3 4 5 6. ആൻഡ് ഇവിടെ ലിഗാൻഡ് ആരാണ്? NH3 ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. കൊബാൾട്ട് 3+ന്റെ കൂടെ NH3 സ്ട്രോങ് ഫീൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ നേരെ ഉള്ളിലോട്ട് കയറി. ഈ 2 ഇലക്ട്രോൺ ഞാൻ ഉള്ളിലോട്ട് ഇടാൻ പോവാണ്. സോ ഇവനും പെയർ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ദർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഇവനും എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇവിടെ ആരൊക്കെ പാരാമാഗ്നറ്റിക്? ഇവൻ ഡയമാഗ്നറ്റിക് ആണ്. ഇവൻ ഡയമാഗ്നറ്റിക് ആണ്. അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഡയമാഗ്നറ്റിക്? പാരാമാഗ്നറ്റിക് ചോദിച്ചിട്ടുള്ള ആരൊക്കെ പാരാമാഗ്നറ്റിക്? 1 2 3 4 5 6. ഓക്കെ, 6 ആൾക്കാർ ഇതിൽ പാരാമാഗ്നറ്റിക് ആണ്. സോ ദ ആൻസർ ഈസ് 6. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ hex13 ഡൈൻ 5 അയിൻ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഹെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടാ? 6 കാർബൺ. എസ് ആണോ? 6 കാർബൺ. ദെൻ 1 3 ഡൈൻ, ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് 1 2 3 1 2 3. മൂന്നാമത്തെ പൊസിഷനിലും ഡബിൾ ബോണ്ട്. ആൻഡ് അഞ്ചാമത്തെ പൊസിഷനിൽ 4 5. അഞ്ചാമത്തെ പൊസിഷനിൽ ഒരു ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. ഓക്കെ, എന്നാൽ ഇനി ബാക്കിയുള്ള ആൾക്കാർ നിങ്ങൾ കണക്ട് ചെയ്തോ. ഒന്നുകിൽ നിങ്ങൾക്ക് ബോണ്ട് കംപ്ലീറ്റ്ലി വരക്കാം. നമ്പർ ഓഫ് സിഗ്മ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ 2 ബോണ്ട് ആയ സ്ഥിതിക്ക് 3 ആൻഡ് 4ാമത്തെ ബോണ്ട്. ഓക്കെ,
ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഇനി ഇവിടെ സിഗ്മ ബോണ്ട് സിംഗിൾ ബോണ്ട്. ഓക്കെ, ദെൻ ഇനി ബാക്കി ഇവിടെ എത്ര ബോണ്ട് ഉണ്ടാ? 1 2 3. അപ്പോൾ നാലാമത്തെ ബോണ്ട് ഞാൻ ഹൈഡ്രജനെ വെച്ച് ഫിൽ ചെയ്തു. ദെൻ ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? 1 2 3. നാലാമത്തെ ബോണ്ട് ഞാൻ ഹൈഡ്രജനെ വെച്ച് ഫിൽ ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 2 ഓക്കെ സോറി 1 2 3. നാലാമത്തത് ഹൈഡ്രജൻ. ഓക്കെ, 1 ഇവിടെ ഞാൻ ബോണ്ട് വരക്കണ്ടല്ലോ, 1 3 4 ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പൈ ബോണ്ട് ആൻഡ് സിഗ്മ ബോണ്ട്? പൈ ബോണ്ട് നമുക്ക് ആദ്യം എണ്ണ 1 2 3 4 പൈ ബോണ്ട്. ദെൻ എത്ര സിഗ്മ ബോണ്ട്? സമ്മല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം കൂടെ നമ്മൾ നോക്കാം. സിഗ്മ ബോണ്ട് എണ്ണാൻ പോണ്, ഇവിടെ വെട്ടിയിടാം. 1 2 ഓക്കെ 3 4 5 6 7 ഓക്കെ 8 9 10 11. അപ്പോൾ 11 + 4 ദ ആൻസർ ഈസ് 15. ആൻസർ ഈസ് ഈക്വൽ ടു 15. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. നെക്സ്റ്റ്, ദ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട് റെസ്പെക്റ്റീവ്ലി പ്രസന്റ് ഇൻ. അവിടെ ഒരേ മോഡൽ ക്വസ്റ്റിന് എക്സ്, പക്ഷെ ആള് മാറിയിട്ടുണ്ട്. എക്സ് 1 in 4 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6. ഓക്കെ, ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്. ദെൻ നാലാമത്തെ പൊസിഷനിൽ 1 2 3 4. നാലാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്. ബാക്കി എല്ലാ പൊസിഷനിലും നിങ്ങൾ ഹൈഡ്രജൻ ഫിൽ ചെയ്യുക. ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, എടാ ഇവിടെ എത്ര? 1 2 3. അപ്പോൾ നാലാമത്തെ ഹൈഡ്രജൻ. ദെൻ ഇവിടെ ആകുമ്പോൾ 1 2 അപ്പോൾ 2 ഹൈഡ്രജൻ. ദെൻ ഇവിടെ ആകുമ്പോൾ 1 2 3 4. ഓക്കെ, ദെൻ 1 2 3 4. ദെൻ ഇവിടെ 3 ഹൈഡ്രജൻ കൂടി ഫിൽ ചെയ്യണം. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, ഇനി അപ്പോൾ എത്ര സിഗ്മ ബോണ്ട്, എത്ര പൈ ബോണ്ട്? സിഗ്മ ബോണ്ട് എണ്ണ നല്ല എളുപ്പമാണ്. 1 3 3 സിഗ്മ ബോണ്ട്. അപ്പോൾ 3 സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ട് അല്ല, അപ്പോൾ പൈ ബോണ്ട് ആണ് എണ്ണി. അപ്പോൾ ഇത് ഒരിക്കലും ആൻസർ വരില്ല, ബാക്കി ഏത് വേണമെങ്കിലും വരാം. ഇനി നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എണ്ണ 1 2 3 4 5 6 7 8 9 10 11 12 13. സോ 13 ആൻഡ് 3 ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അപ്പോൾ അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.